വളയഞ്ചിറങ്ങര NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ഓണത്തോടനുബന്ധിച്ച് വനിതാ സമാജം നടത്തിവരുന്ന സ്റ്റോളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. 1191 വളയഞ്ചിറങ്ങര NSS കരയോഗത്തിന്റെയും 1549 നമ്പർ വനിതാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തിയത്. വിമല മഹാദേവ ക്ഷേത്രത്തിൽ അഖണ്ഡ സമ്പൂർണ്ണ രാമായണ പാരായണത്തോടനുബന്ധിച്ച് ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തത്. ഓണത്തോടനുബന്ധിച്ച് വനിതാ സമാജം നടത്തിവരുന്ന സ്റ്റോളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. എല്ലാ വർഷവും ഈ അഖണ്ഡ രാമായണ പാരായണ ദിവസം നമ്മുടെ കരയോഗത്തിൻ്റെ കീഴിലുള്ള വനിതാ സമാജം വളരെ ഭംഗിയായിട്ട് ഔഷധക്കഞ്ഞി നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തയ്യാറാക്കി. അത് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് വിതരണം ചെയ്യാറുണ്ട്. ഈ ദിവസം ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് രാമായണ പാരായണവും വനിതാ സമാജത്തിൻ്റെ പേരിലുള്ള ഈ ഔഷധക്കഞ്ഞി വിതരണത്തിനും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും കരയോഗം ഭരണസമിതിക്കും വനിതാ സമാജം അംഗങ്ങൾക്കും പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവർക്കും ദേവസ്വം കമ്മിറ്റിയുടെ പേരിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. മേഖലാ കൺവീനർ പ്രതിനിധി സഭാംഗം അനുരാഗ് പരമേശ്വരൻ, കരയോഗം പ്രസിഡന്റ് CP ഗോപാലകൃഷ്ണൻ, കരയോഗം സെക്രട്ടറി C വേണുഗോപാൽ, ദേവസ്വം മാനേജർ EN സമ്പത് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് മിനി ചന്ദ്രൻ, വനിതാ സമാജം സെക്രട്ടറി ഗീത വേണുഗോപാൽ, ട്രഷറർ ചന്ദ്രിക രാധാകൃഷ്ണൻ, മറ്റ് വനിതാ സമാജം ഭാരവാഹികൾ, സ്വയം സഹായ സംഘം ഭാരവാഹികൾ, കരയോഗം ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വിമല മഹാദേവ ക്ഷേത്രത്തിലെ അഖണ്ഡ രാമായണ പാരായണത്തോടനുബന്ധിച്ചാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കാറ്. എല്ലാ പച്ചമരുന്നുകളും പറിച്ച് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തും പിന്നെ ഔഷധക്കൂട്ടുകളും കൂട്ടി തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയാണ് ഇവിടെ വിതരണം ചെയ്യാറ്. അതിൻ്റെ കരയോഗത്തിൻ്റെയും വിമല മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ എല്ലാവർക്കുടെയും സപ്പോർട്ട് കൂടിയാണ് ഇവിടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കാറ്. നായർ സർവീസ് സൊസൈറ്റി എന്നും ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമുദായ സംഘടനയാണ്. നമുക്കറിയാം, കുന്നത്തുനാട് NSS യൂണിയൻ്റെ കീഴിലുള്ള 99 കരയോഗങ്ങളിൽ കഴിഞ്ഞ കർക്കിടകം 1-ാം തീയതി മുതൽ രാമായണ പാരായണവും പ്രഭാഷണവും അതോടൊപ്പം തന്നെ ഔഷധക്കഞ്ഞി വിതരണവും നടന്നു വരുന്നു. അതിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി പറയേണ്ടത്, പരമ്പരാഗത രീതിയിൽ തന്നെ ആയുർവേദ ഔഷധങ്ങൾ ചേർത്തുകൊണ്ട് ഔഷധക്കഞ്ഞിയുടെ വിതരണം നടത്തുമ്പോൾ ഇന്ന് 1191 വളയഞ്ചിറങ്ങര NSS കരയോഗവും ആ കരയോഗത്തിൻ്റെ വനിതാ സമാജവും ചേർന്ന് വിമല മഹാദേവ ക്ഷേത്രത്തിലെ കരയോഗത്തിൻ്റെ കീഴിലുള്ള വിമല മഹാദേവ ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ സമ്പൂർണ്ണ പാരായണവും ഒപ്പം തന്നെ ഔഷധക്കഞ്ഞി വിതരണവും ചെയ്തു വരുന്നു. വർഷങ്ങളായി അവർ അത് വളരെ ഭംഗിയായി തന്നെ നടത്തി വരുന്നു. ഒപ്പം ഓണത്തോടനുബന്ധിച്ചുള്ള സ്റ്റോളിൻ്റെ വനിതാ സമാജത്തിൻ്റെ സ്റ്റോളിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുകയുണ്ടായി. 1191 നമ്പർ NSS കരയോഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 1549 നമ്പർ വനിതാ സമാജം എല്ലാ വർഷവും നടത്തി വരുന്ന ഔഷധക്കഞ്ഞിയുടെ പരിപാടികളാണ് ഇവിടെ. ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഒരുപാട് പേര് ആശംസ നേർന്നിട്ടുണ്ട്. ഞാനും അതിൽ ഉൾപ്പെടുത്തും. ഏതായാലും എല്ലാ കൊല്ലവും ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്തി വനിതാ സമാജം നല്ല രീതിയിൽ കുന്നത്തുനാട് താലൂക്കിലേക്ക് തന്നെ മെയിനായിട്ട് ഒന്നാമത് നിൽക്കുന്ന ഒരു കരയോഗവും അതിൻ്റെ വനിതാ സമാജവുമാണ്. രാമായണ മാസമായി 1982 മുതൽ ആചരിച്ചു വരുന്നതിൻ്റെ ഭാഗമായി വിമല മഹാദേവ ക്ഷേത്രത്തിലും എല്ലാ വർഷവും രാമായണ പാരായണം നടത്തുന്നുണ്ട്. ഈ വർഷത്തെ രാമായണ പാരായണം ഇന്ന് അഖണ്ഡ പാരായണത്തോട് ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളയഞ്ചിറങ്ങര NSS വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും വർഷം തോറും നടത്തി വരുന്നു. ഈ സതുദ്യമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അഖണ്ഡ രാമായണ പാരായണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും വനിതാ സമാജം ഔഷധക്കഞ്ഞി വിതരണം ചെയ്യാറുണ്ട്. എല്ലാവിധ പച്ചമരുന്നുകളും ഇടിച്ചു പിഴിഞ്ഞ് നേരെടുത്തും അങ്ങാടി മരുന്നുകളും ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് തികച്ചും സൗജന്യമായി വിമല ദേവസ്വവും കരയോഗവും വനിതാ സമാജവും ചേർന്നാണ് നടത്തി വരാറുള്ളത്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന NSS കരയോഗങ്ങളുടെ ചുവട് പിടിച്ച് വളയഞ്ചിറങ്ങര NSS കരയോഗവും പരമ്പരാഗത രീതിയിൽ നാട്ടിൻപുറങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ സസ്യങ്ങൾ പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ ആയുർവേദ ഔഷധം ഉപയോഗിച്ചാണ്
ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.